നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ പാൽ കരിമീൻ റെഡിയാക്കുന്നത് കണ്ടാലോ? ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പാൽ കരിമീൻ റെഡിയാക്കാനുള്ള മീൻ നമുക്കൊന്ന് മസാല പുരട്ടി വെക്കണം. ആദ്യമേ ഇതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഇടണം. അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങയാണെങ്കിലാണ് പകുതി ചെറുനാരങ്ങ. ചെറിയ ചെറുനാരങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഈ മസാല ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇതിൽ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ ഈ മസാല. നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് മീനിൽ പുരട്ടിയെടുക്കാം. ഈ മസാല മീനിൽ പുരട്ടിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ. ആ മസാല എല്ലാം ആ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ. ഞാനിതൊരു യൂട്യൂബിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് സൂപ്പർ ടേസ്റ്റാണിത്. ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ 15 മിനിറ്റിന് ശേഷമാണ് ഇത് വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം മുരിഞ്ഞങ്ങ് പോകും. പക്ഷേ ഉള്ളൊന്ന് വെന്ത് കിട്ടാനായിട്ടേ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പുറത്തുള്ള മസാലയൊക്കെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത്. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ശേഷം ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഓഫാക്കി വെക്കണം. ഓഫാക്കി വെച്ചതിന് ശേഷം വേണം, ഒന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഈ മീൻ മറിച്ചിടാൻ. അല്ലെങ്കിൽ ആ മീനിൻ്റെ തൊലിയെല്ലാം പൊളിഞ്ഞു പോരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം ഈ മീൻ മറിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കണം കേട്ടോ. 2 കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം നമുക്ക്.
സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. നമ്മൾ വെറുതെ ഫ്രൈ ചെയ്യുന്നത് പോലെയല്ല. ഇതിലോട്ട് നമുക്ക് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇങ്ങനെ നെടുകെ കീറിയത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ ഇരുന്ന് പറ്റി വരണം. ഈ തേങ്ങാപ്പാൽ പറ്റി നല്ല കുറുകി വരണം ഈ ചാറ്. നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കണ്ട, ഇങ്ങനെ ഒന്ന് പാൻ്റെ സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ തിളക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പറ്റിച്ചെടുക്കണം കേട്ടോ. ഇത്തിരി ഉപ്പ് നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മീനിൽ മാത്രമാണല്ലോ ഇട്ടിരിക്കുന്നത്. അതെ, പറ്റി വന്നേക്കുന്നത് കണ്ടോ, പാലെല്ലാം പറ്റി. ഒന്നും കൂടി പറ്റണം, നല്ലതുപോലെ കുറുകി വരണം കേട്ടോ ഈ ചാറ്. ആ തേങ്ങാപ്പാലിൽ കിടന്ന മീൻ വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ആ പച്ച വെളിച്ചെണ്ണയും കൂടി ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാൽ കരിമീൻ ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. ഹെവൻ ഓഫ് ഫുഡീസിൻ്റെ ക്രിസ്മസ് ദിന സ്പെഷ്യലാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ മീൻ വിളമ്പിയിട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് ഈ പാല് കുറുകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽ കരിമീൻ ഇവിടെ റെഡിയായി. ഹെവൻ ഓഫ് ഫുഡീസിൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ.